ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നവീനും വിനീതും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. വിനീത് നവീനോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലടാ. ആകെപ്പാടെ കഷ്ടത്തിലായപ്പോൾ ഗംഗയുടെയും യമുനയുടെയും ഒക്കെ കാര്യം, പിന്നെ വീട്ടിലെ അമ്മയുടെ കാര്യമൊക്കെ നിനക്കറിയാലോ. അമ്മയാണെങ്കിൽ ഓരോന്നിനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ആ വീട്ടിലിങ്ങനെ സഹിച്ച് ക്ഷമിച്ച് കഴിയുന്നത്. അന്നേരം നിവിൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന്. എന്ത് ചെയ്യണമെന്ന് വിനീതിനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ വീട് തിരിച്ചു പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൻ ആശിച്ചു പോവാണ്. അമ്മാവൻ പോയതോടുകൂടെ തന്നെ ആകെ തകർന്നു പോയത് അമ്മായും ആ 4 മക്കളുമാണ്. അമ്മാവൻ ഇത്ര പെട്ടെന്ന് പോവാൻ എന്താണ് കാരണമെന്ന് അവൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അമ്മാവൻ ഇത് മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് പോലും സംശയമാണ്. മരിക്കുന്ന അന്ന് രാത്രി അമ്മാവൻ വിനീതിനെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും നോക്കണമെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ പിന്നീട് അമ്മായിയോട് അത് പറഞ്ഞില്ല. വിനീത് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അമ്മാവൻ എന്തോ ഒരു രഹസ്യം ഉള്ളിലുണ്ടായിരുന്നു എന്ന് വിനീത് നവീനോട് പറഞ്ഞു. ആ ഒരു വിഷമം കൊണ്ടായിരിക്കോ അമ്മാവന് അറ്റാക്ക് വന്നത് എന്ന് പോലും അവർ സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ വിനീത് തൻ്റെ സങ്കടങ്ങൾ നവീനോട് പങ്കുവെക്കുമ്പോൾ വിനീതിൻ്റെ വീട്ടിൽ ശാരദയും മക്കളും അടുത്ത നീക്കത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇനിയും ഈ വീട്ടിൽ അധിക ദിവസം നിൽക്കാനൊന്നും കഴിയില്ല എന്ന് അവർക്കറിയാം. നില പറയുന്നുണ്ട്, നമുക്ക് ആ പഴയ വീട്ടിലേക്ക് തന്നെ പോയാലോ അമ്മയെന്ന്. അവിടെ ഗീതയുടെ കൂടെ നിൽക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഗീത വന്നിട്ടിപ്പോൾ അവിടെ ഭയങ്കര ഭരണമായിരിക്കും. തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം തന്നെ. സുജാതയേക്കാളും കഷ്ടമാണ് വിനീതിൻ്റെ പെങ്ങളായ ഗീതയുടെ കാര്യങ്ങൾ. യമുനയും അത് ശരിവെച്ചു. അവരാഹാരം കഴിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മായി ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ഇവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ശാരദ ചോദിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എങ്ങോട്ടേക്ക് പോവാനാണ് എന്ന്. ആ വീട് തിരിച്ചു പിടിക്കുന്നതുവരെ നമുക്കിവിടെ നിന്നേ പറ്റൂ. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല എന്ന് കാവേരി അമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അച്ഛൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ അത്. അത് നമുക്ക് നഷ്ടപ്പെടില്ല എന്ന് അവൾ ഉറച്ചു പറഞ്ഞു. ബാങ്കിൽ പോയി എത്ര രൂപ അടക്കാനുണ്ട് എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കിയാലോ എന്ന് ഗംഗ ഒരു ഐഡിയ പറയാണ്. അത് ശരിയാണെന്ന് തോന്നി അവർ പിറ്റേ ദിവസം തന്നെ ബാങ്കിലേക്ക് തിരിച്ചു. കാവേരിയും ഗംഗയും വിനീതും കൂടി ബാങ്കിലേക്ക് ചെന്ന് അന്വേഷിച്ചപ്പോൾ ഏകദേശം 10 ലക്ഷം രൂപ അടക്കാനുണ്ട് എന്ന് മാനേജർ പറഞ്ഞു. അത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന് അവർക്ക് ഒരു നിശ്ചയമില്ലായിരുന്നു. തിരികെ വരുന്ന വഴിയിൽ വിനീത് പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു തുക ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന്. നോക്കാം, എന്തെങ്കിലും മാർഗമുണ്ടാവാതിരിക്കില്ല. തന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്താമെന്ന് വിനീത് പറഞ്ഞുവെങ്കിലും ഗംഗ അത് സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു. വീട്ടിലേക്കെത്തിയവൾ ശാരദയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. തൻ്റെ കയ്യിലുള്ള ആഭരണങ്ങൾ നോക്കിയിട്ട് ശാരദ വിഷമിക്കാണ്. ഇതൊക്കെ കൊണ്ടങ്ങ് വിറ്റാലോ എന്നാലോചിച്ചപ്പോൾ മക്കൾ സമ്മതിക്കുന്നില്ല. അച്ഛൻ അമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തതല്ലേ അത്. അച്ഛൻ്റെ സങ്കടം വരുമെന്നും അവർ പറഞ്ഞു. അപ്പോഴാണ് ഗംഗ തൻ്റെ സ്വർണത്തിൻ്റെ കാര്യം ഓർത്തത്. ഇപ്പോൾ സ്വർണത്തിന് നല്ല വിലയുള്ള സമയമാണ്. അത് പണയം വെച്ച് കഴിഞ്ഞാൽ പണം കണ്ടെത്താമെന്ന് അവൾ പറഞ്ഞു. പക്ഷേ ശാരദക്ക് അതിഷ്ടമായില്ല. കല്യാണത്തിനായി അച്ഛൻ കരുതി വെച്ചതല്ലേ അത് എന്ന് അവൾ ചോദിച്ചു. എന്നാൽ കാവേരി പറയുന്നുണ്ട്, ഇപ്പോൾ അതല്ലേ അമ്മയെ മുഖ്യം. ഗംഗേച്ചിയുടെ കല്യാണം ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്നൊന്നുമല്ലല്ലോ. ആദ്യം വീട് തിരിച്ചു പിടിക്കേണ്ടേ. പണയം വെച്ചാൽ മതിയല്ലോ. പൈസ ഉണ്ടാക്കിയാൽ തിരിച്ചെടുക്കാം. അങ്ങനെ ഒടുവിൽ അവർ ആ സ്വർണം പണയം വെക്കാൻ തന്നെ ബാങ്കിലേക്ക് എത്തി. എന്നാൽ അവർ വിചാരിച്ചത്ര പണമൊന്നും അവിടെ നിന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഗംഗ തൻ്റെ പ്രിയപ്പെട്ട നെറ്റിച്ചുട്ടിയുടെ കാര്യം ഓർത്തത്. അരവിന്ദൻ അവൾക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ചു നൽകിയതാണത്. കാവേരി അത് വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും വീടിന് വേണ്ടിയിട്ട് ഗംഗ അത് പണയം വെക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പണയം തികഞ്ഞു. ബാക്കി വന്ന കുറച്ച് പൈസ ഗംഗ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. പണത്തിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിഞ്ഞത് ഇപ്പോഴാണെന്ന് അവർക്ക് തോന്നി. ഇതേ സമയം വീട്ടിൽ നിലയും ശാരദയും ഇരിക്കുമ്പോൾ ഗീത അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ തന്നെ കയറി വരികയാണ്. ഇവിടെ എല്ലാവരും തിന്നു കൊഴുത്തിരിക്കുകയാണല്ലോ, ഒരു പണിയുമില്ലേ എന്ന് ചോദിച്ചിട്ട് അവൾ ബഹളം വെച്ചു. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ബാങ്കിലേക്ക് പോയതാണെന്ന് യമുന പറഞ്ഞു. വണ്ടി ഉള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും കറങ്ങിയടിച്ച് നടക്കാലോ എന്ന് ഗീത വീണ്ടും പരിഹാസത്തോടെ പറയാണ്. ശാരദേമിനോട് ഒന്നും തന്നെ പറയണ്ടെന്നങ്ങനെ കണ്ണോണ്ട് ആംഗ്യം കാണിച്ചു കൊടുത്തു. പിന്നാലെ സുജാതയും എത്തി. അമ്മേ, ഇവരെന്തിനാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? ഞാൻ ഇവിടെ വിശ്രമിക്കാൻ വന്നപ്പോൾ എനിക്ക് മാത്രമേ പണിയുള്ളൂ എന്ന് ഗീത പരാതി പറഞ്ഞു. എന്ത് പണിയും ചെയ്യാമെന്ന് യമുനയും ശാരദയും സമ്മതിക്കുകയാണ്. ഉടനെ സുജാത കുറേയധികം ബെഡ്ഷീറ്റും കമ്പിളിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പുഴയിൽ പോയിട്ട് കൊണ്ടുപോയി കഴുകാൻ ആവശ്യപ്പെട്ടു. വെള്ളം കോരാനും മറ്റും പണികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നില വരെ വെള്ളം കോരി തളർന്നിരുന്നു. തുണി അലക്കാനായി യമുനയും നിലയും കൂടി പുഴയിലേക്ക് പോയി. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നിലക്ക് അവിടെ വെച്ച് തലകറക്കം വന്നു. യമുന ആകെ പേടിച്ചു പോയി. അവളെ എടുത്തുകൊണ്ട് നേരെ റോഡിലേക്ക് ഓടി. സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയിൽ ഒരു കാർ അവിടെ വന്ന് നിന്നു. അത് നരേനായിരുന്നു. കാര്യം അറിഞ്ഞ ഉടനെ തന്നെ നരേൻ അവരെ കാറിൽ കയറ്റിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നിലയെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ നരേൻ അവിടെ ബാങ്കിലേക്ക് തിരിച്ചു.
അവിടെ പണം അടച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ പറയുന്നുണ്ട് റെസിപ്റ്റ് കിട്ടാൻ 2 ദിവസം എടുക്കുമെന്ന്. കാവേരിയും ഗംഗയും അത് ചോദ്യം ചെയ്തു. ബഹളം കേട്ട് അങ്ങോട്ടേക്ക് എത്തിയ നരേൻ കാര്യം അന്വേഷിച്ചു. അരവിന്ദിന്റെ മക്കളാണ് എന്നറിഞ്ഞപ്പോൾ നരേൻ അവരോട് അനുകമ്പ തോന്നി. തൻ്റെ അച്ഛൻ്റെ ആത്മാവിനെയും ശാന്തി കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ നരേൻ പെട്ടെന്ന് തന്നെ പേപ്പറുകളെല്ലാം തന്നെ ശരിയാക്കി കൊടുത്തു. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നില ഹോസ്പിറ്റലിലാണെന്ന വിവരം അറിയുന്നത്. അവിടെ ചെന്ന് നിലയും കൂട്ടിയിട്ട് അവർ വീട്ടിലേക്ക് എത്തി. ഭാഗ്യത്തിന് അക്കൗണ്ടിൽ പൈസയുണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു. ഇനി ധൈര്യമായി സ്വന്തം വീട്ടിലേക്ക് കിടക്കാമെന്ന് അവർ ശാരദയോട് പറയാണ്. എന്നാൽ ഇതറിഞ്ഞ ജയബാലനാകെ അസ്വസ്ഥനായി. വീട് തട്ടിയെടുക്കാമെന്ന അവൻ്റെ ആ ഒരു മോഹം ഇനിയും നടന്നില്ല. വൈകാതെ തന്നെ അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പുറത്താകുകയായിരിക്കും. ശാരദയും മക്കളും സ്വന്തം വീട്ടിലേക്ക് തിരികെ കയറിയത് ജയബാലന് ഒട്ടും തന്നെ സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല. അയാൾ തൻ്റെ അടുത്ത കരുനീക്കം ആലോചിച്ചു. വീട് തിരിച്ചു പിടിച്ചില്ലെങ്കിലും ആധാരത്തിൻ്റെ ഒറിജിനൽ തൻ്റെ പക്കലാണെന്ന അഹങ്കാരത്തിലായിരുന്നു അയാൾ. എന്നാൽ നരേൻ ഇതിനിടയിൽ മറ്റൊരു അന്വേഷണത്തിലായിരുന്നു. അരവിന്ദൻ്റെ മരണ ദിവസം അയാൾ പറയാൻ വന്ന ആ ഒരു രഹസ്യം ജയപാലിൻ്റെ തട്ടിപ്പിനെക്കുറിച്ചാണെന്ന് നരേൻ തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിൽ നടന്നത് വലിയൊരു നാടകമായിരുന്നു. ജയപാലൻ ആധാരവുമായി വീട്ടിലേക്കെത്തി ശാരദയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ബാങ്കിലെ കടം തീർന്നാലും ഈ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ഇപ്പോഴും എൻ്റെ പേരിലാണ്. അരവിന്ദൻ ഇത് എനിക്ക് എഴുതി തന്നതാണ് എന്ന് അയാൾ അങ്ങ് തട്ടിവിട്ടു. ശാരദയും മക്കളും ഇത് കേട്ട് ആകങ്ങനെ പകച്ചുപോയ നിമിഷം. പക്ഷേ കൃത്യസമയത്ത് തന്നെ നിവിനോടൊപ്പം നരേൻ അങ്ങോട്ടേക്ക് പ്രത്യക്ഷപ്പെട്ടു. നരേൻ്റെ കൈവശം അരവിന്ദൻ മറക്കുന്നതിന് മുൻപ് തയ്യാറാക്കിയ ആ ഒരു ഡയറിയും ചില റെക്കോർഡുകളും ഉണ്ടായിരുന്നു. ജയബാലൻ ഭീഷണിപ്പെടുത്തി ഒപ്പിടിവിക്കാൻ ശ്രമിച്ചതിൻ്റെയും സാമ്പത്തികമായി അരവിന്ദിനെ ചതിച്ചതിൻ്റെയും വ്യക്തമായ തെളിവുകളെല്ലാം തന്നെ നരേൻ എല്ലാവരുടെയും മുന്നിൽ നിരത്തി. താൻ ഈ കാണിച്ച കള്ളത്തരമെങ്ങാനും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ നിന്ന് അഴി എണ്ണേണ്ടി വരും ജയബാല എന്ന നരേൻ്റെ ആ ഒരു താക്കീതിനു മുന്നിൽ അയാൾ അങ്ങ് മുട്ടുകുത്തേണ്ടി വന്നു. ഒടുവിൽ നാണക്കേടോടുകൂടി തന്നെ ജയബാലൻ ആ ഒരു വീട് വിട്ട് പടിയിറങ്ങി. ഗംഗയുടെയും കാവേരിയുടെയും കണ്ണുകളിൽ അന്ന് കണ്ടത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തങ്ങളുടെ അഭിമാനം തിരിച്ചു കിട്ടിയതിൻ്റെ തിളക്കമായിരുന്നു. നരേൻ്റെ സഹായത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ശാരദ വിതുമ്പി. വിനീതും നിവിനും ചേർന്ന് ആ വീടിൻ്റെ ഉമ്മർത്ത് വീണ്ടും സന്തോഷത്തിൻ്റെ വിളക്കുകൾ തെളിയിച്ചു. ഒരു വലിയ കൊടുങ്കാറ്റിന് ശേഷം ആ കുടുംബം സമാധാനത്തോടെ തങ്ങളുടെ പഴയ വേരുകളിലേക്ക് മടങ്ങുന്ന അടിപൊളി സൂപ്പർ രംഗങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.